റാപ്പർ വേടനെതിരായ ബലാത്സംഗ കേസിൽ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. ഹർജിയിൽ അന്തിമ തീരുമാനമാകുന്നതുവരെ അറസ്റ്റ് പാടില്ല. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്ന് കോടതി ചോദിച്ചു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, ആദ്യം നൽകിയ പരാതി ലൈംഗിക പീഡന പരാതിയുമായി ബന്ധപ്പെട്ടാണോ ഇപ്പോൾ ഇങ്ങനെ ഹൈക്കോടതിയിൽ നിന്ന് ഒരു നിരീക്ഷണവും നിർദ്ദേശവും ഒക്കെ ഉണ്ടായിരിക്കുന്നത്? പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൂടുതൽ പരാതികൾ, സമാനമായ പരാതികൾ വേടനെതിരെ ഉണ്ടായിരുന്നു. ഇതൊന്നും തന്നെ പരിഗണനയിൽ എടുക്കാതെ ആണോ ഹൈക്കോടതി ഇത്തരത്തിൽ ഒരു കാര്യം നിരീക്ഷിച്ചത്? പ്രജിൻ, നിലവിൽ ആദ്യം നൽകിയ പരാതിയിൽ മാത്രമാണ് വേടനെതിരെ ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മറ്റ് 2 പരാതികളും മുഖ്യമന്ത്രിക്ക് മുൻപാകെ എത്തിയിട്ട് മാത്രമേ ഉള്ളൂ. അത് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്യുകയോ കേസായി രജിസ്റ്റർ ചെയ്യുകയോ ചെയ്തിട്ടില്ല. ആദ്യ ബലാത്സംഗ കേസിൽ തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി വേടൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ആ ജാമ്യ ഹർജി ഇന്നലെ പരിഗണിച്ചിരുന്നു. അതിൽ ഇന്നലെ പരാതിക്കാരിയെ കക്ഷി ചേർത്തു. പരാതിക്കാരിയുടെ ഭാഗം ഇന്ന് കോടതി കേൾക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കോടതിയുടെ ഭാഗത്ത് ചില സുപ്രധാനമായ നിരീക്ഷണങ്ങളാണ് ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. പരാതിക്കാരി പറഞ്ഞത് ഈ വേടൻ സാമ്പത്തികമായി അടക്കം ചൂഷണം ചെയ്തിട്ടുണ്ട്. ഈ റിലേഷൻഷിപ്പിന് പിന്നാലെ തനിക്ക് വിഷാദ രോഗമുണ്ടായി. ഒപ്പം ഈ വേടനെതിരെയുള്ള മീറ്റു ക്യാമ്പയിൻ വ്യാപകമായ പശ്ചാത്തലത്തിൽ വേടന് വലിയ താൻ ഇത്തരം കാര്യങ്ങൾ ഇനി ചെയ്യില്ല, സ്ത്രീകളോട് നടത്തിയ കാര്യങ്ങൾക്കൊക്കെ താൻ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കമുള്ള രേഖകളാണ് പരാതിക്കാരുടെ അഭിഭാഷക കോടതിയിൽ കാണിച്ചത്. പക്ഷേ കോടതി ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എങ്ങനെയാണ് കോടതിയിൽ ഒരു തെളിവായി പരിഗണിക്കാനാകുക? ഫേസ്ബുക്ക് പോസ്റ്റ് ആർക്ക് വേണമെങ്കിലും എഴുതാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് അതൊരു തെളിവായി പരിഗണിക്കാനാവില്ല എന്ന് പറഞ്ഞു. ഒപ്പം ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ബന്ധം, ശാരീരിക ബന്ധം, അതെങ്ങനെയാണ് ബലാത്സംഗമാകുക, റേപ്പ് ആകുക എന്ന് കോടതി ചോദിച്ചു. ഈ ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ ഉണ്ടാകുമ്പോൾ മാത്രം അത് ബലാത്സംഗമായി മാറുന്നത് പരിഗണിക്കാനാകില്ല എന്നാണ് കോടതിയുടെ സുപ്രധാനമായ നിരീക്ഷണം. ഹർജി നാളെ വീണ്ടും പരിഗണിക്കും. അതുവരെ വേടന്റെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. നേരത്തെ സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ ഉണ്ട്. ഇത്തരത്തിൽ കേസുകൾ പരിഗണിക്കുമ്പോൾ അന്തിമ തീരുമാനം, പ്രത്യേകിച്ച് ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് പരിഗണിക്കുമ്പോൾ അന്തിമ തീരുമാനമാകുന്നതുവരെ അറസ്റ്റിലേക്ക് പോകരുതെന്ന് ആ നിർദ്ദേശം പാലിക്കണമെന്ന് പ്രോസിക്യൂഷന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വേടന് താൽക്കാലികമായ ആശ്വാസമാണ്. വേടന്റെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. ഒപ്പം ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം അത് ബലാത്സംഗമായി കണക്കാക്കാനാവില്ല എന്നും ഹൈക്കോടതി ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് നിരീക്ഷിച്ചിരിക്കുന്നു. നേരത്തെ ഈ ഹർജി ഇന്നലെ പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് വേടനെതിരെ 2 പരാതികൾ മുഖ്യമന്ത്രിക്ക് മുൻപാകെ വന്നത്. പരാതിക്കാരുടെ അഭിഭാഷക ആ കാര്യം ഹൈക്കോടതിയെ അറിയിച്ചപ്പോൾ കോടതി ചോദിച്ചത് ക്രിമിനൽ നടപടിയിൽ മുഖ്യമന്ത്രിക്ക് എന്താണ് പങ്ക് എന്ന് ചോദിച്ചു. മുഖ്യമന്ത്രിക്ക് മുൻപാകെ വന്ന പരാതി അതിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നാണ് കോടതി ചോദിച്ചത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ വാദങ്ങളിലേക്കൊന്നും കോടതി, അല്ലെങ്കിൽ ആ പരാതികൾ കോടതി ഗമനിച്ചതേയില്ല. അത് ഇതുവരെ കേസായി രജിസ്റ്റർ ചെയ്തിട്ടില്ല. സ്വാഭാവികമായി അത് പരിഗണിക്കേണ്ടതും കോടതിക്കില്ല. എന്തായാലും നിലവിൽ വേടന് താൽക്കാലിക ആശ്വാസമാണ്. നാളെ വീണ്ടും ഹർജി പരിഗണിക്കും. നാളെ ഒരുപക്ഷെ ഒരു തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. വിഷ്ണു, അതിലേറ്റവും സുപ്രധാനമായ കാര്യം ഈ പരാതി നൽകിയ അല്ലെങ്കിൽ ഈ കേസ് എടുത്തതിന് പിന്നാലെ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്നതിന് പിന്നാലെ ഈ പരാതിക്കാരുടെ അഭിഭാഷക പറഞ്ഞ കാര്യങ്ങളാണ്. ഇതിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ വിചാരണ തന്റെ കക്ഷി നേരിടുന്നുണ്ട്, പരാതിക്കാരി നേരിടുന്നുണ്ട് എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് മാത്രമല്ല, ഈ ഉഭയകക്ഷി സമ്മതപ്രകാരം മാത്രമല്ല, ഇതൊരു പീഡനം തന്നെയാണ് എന്ന രീതിയിൽ അത് സാധൂകരിക്കുന്നതായി മറ്റെന്തെങ്കിലും തെളിവുകളൊക്കെ കോടതിയിൽ നൽകിയിരുന്നോ? പ്രജിൻ, അവർ പരമാവധി തെളിവുകൾ, അതായത് ഇവർ തമ്മിലുള്ള മൊബൈൽ ചാറ്റുകൾ, ഇവരുടെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, എവിടെ വെച്ചാണ്, ഏത് സമയത്താണ് പീഡനം നടത്തിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് പരാതിക്കാരി ഇന്ന് രംഗത്ത് വന്നത്. അവരുടെ പരാതിയിൽ നേരത്തെ തന്നെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സാമ്പത്തിക ലാഭം, വേടൻ തന്നെ ചൂഷണം ചെയ്ത് സാമ്പത്തികമായുള്ള ലാഭമുണ്ടാക്കി, അതിന്റെ തെളിവുകളൊക്കെ പോലീസും റിപ്പോർട്ടായി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ജാമ്യ ഹർജിയെ ഇന്നലെ തന്നെ പോലീസ് എതിർത്തിരുന്നു. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. ഈ ഘട്ടത്തിൽ ജാമ്യം നൽകിയാൽ അത് കേസിന്റെ മെറിറ്റിനെ ബാധിക്കും, കേസിന്റെ മുന്നോട്ട് പോക്കിനെയൊക്കെ ബാധിക്കുമെന്ന് പോലീസും അതോടൊപ്പം പരാതിക്കാരിയും വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ടാണ് നിലവിൽ കോടതിയുടെ ഈ സുപ്രധാനമായ നിരീക്ഷണം വന്നിരിക്കുന്നത്. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം അതെങ്ങനെയാണ് ബലാത്സംഗമായി കണക്കാക്കാനാകുക എന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു ചോദ്യം മാത്രമാണ്. അതിന്റെ പൂർണ്ണമായ ഒരു വിധിയിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല. പക്ഷേ വേടനെ സംബന്ധിച്ച് താൽക്കാലിക ആശ്വാസം എന്ന ഈ ഘട്ടത്തിൽ പറയാനാകും. ഇനിയിപ്പോൾ ഒരുപക്ഷെ ഈ വാദങ്ങൾ നീണ്ടുപോയാലും, ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലൊരു തീരുമാനം ഉണ്ടാകൽ വൈകിപ്പോയാൽ പോലും അതുവരെ വേടന് ആശ്വാസമാണ്.
വേടന്റെ അറസ്റ്റ് അതുവരെ തടഞ്ഞിട്ടുണ്ട്. അത് സുപ്രീം കോടതി ഡയറക്ഷൻ ഉള്ള പശ്ചാത്തലത്തിലാണ് ആ തീരുമാനത്തിലേക്ക് നിലവിൽ ഹൈക്കോടതി എത്തിയിട്ടുള്ളത്. പ്രോസിക്യൂഷൻ അതൊരു നിർദ്ദേശമായി നൽകുകയും ചെയ്തിട്ടുണ്ട്. വേടനെ ഈ ജാമ്യ ഹർജിയിൽ തീർപ്പുണ്ടാകുന്നതുവരെ വേടന്റെ അറസ്റ്റിലേക്ക് പോകരുത് എന്ന ആ ഘട്ടത്തിൽ വേടനെ ആശ്വസിക്കാവുന്നതാണ്. പരമാവധി തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട്, ഇതൊരു ബലാത്സംഗമാണെന്ന് തെളിയിക്കാനുള്ള തെളിവുകളൊക്കെ ഉണ്ട് എന്നാണ് പരാതിക്കാരുടെ അഭിഭാഷക കോടതിയെ അറിയിച്ചിരിക്കുന്നത്. യെസ്, എന്തായാലും നോട്ട് ടു അറസ്റ്റ് കിട്ടി എന്നും അത് ആ കേസ് നാളെ വീണ്ടും പരിഗണിക്കുമെന്നും വേടന്റെ അഭിഭാഷകൻ എസ് സജീവ് 24നോട് അതിനുശേഷം പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ഇത് താൽക്കാലികമായ വേടന ആശ്വാസമാണ് എന്ന് പറയാം. ഇന്നിപ്പോൾ കോടതിയിൽ വന്നിരിക്കുന്ന നിരീക്ഷണം ആ രീതിയിൽ അനുകൂലമാണ് വേടന്. എന്താണ് ഇനി തുടർ നടപടികൾ എന്നുകൂടി നോക്കാം. വേടൻ അതുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രതികരിക്കുന്നത് നോക്കാം. ഇപ്പോൾ വേടന്റെ അഭിഭാഷകൻ 24നോട് നടത്തിയ പ്രതികരണം നമുക്ക് കേൾക്കാം. അപ്പോൾ കോടതിയിൽ നിന്ന് കേട്ട് രണ്ട് ഭാഗത്തിനും കേട്ട് കഴിഞ്ഞു. അപ്പോൾ അവർക്ക് എന്തും കൂടി കുറച്ച് നേരം കൂടി ആർഗ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. ജഡ്ജ് ഇന്ന് നേരത്തെ റേസ് ചെയ്തുകൊണ്ട് അടുത്ത ദിവസത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഓറൽ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്യരുതെന്ന്. ഇന്ന് നടന്നത് ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള കേസിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് കോടതിയിൽ ഇരിക്കുന്ന ഒരു സാധനം നമ്മൾ മീഡിയയിൽ പറയാൻ പാടില്ല. അതുകൊണ്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. യെസ്, അപ്പോൾ എന്തായാലും നാളെ കൂടുതൽ വാദമുണ്ടാകും. പരാതിക്കാർക്ക് കൂടുതൽ കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നാളത്തേക്കത് മാറ്റിയിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് ഇപ്പോൾ വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.